വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽമലയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവതി ഇടിമിന്നലേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് അവിടേക്കുള്ള പ്രവേശനമൊക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ സംസാരിക്കാനായി തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൈലന്റ് സ്റ്റേഷൻ നമ്മളോട് കൂടി ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ആ യുവതിയുടെ പോസ്റ്റ്മോർട്ടം അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇന്നലെ വൈകുന്നേരം 4:15 ദാരുണമായ ഒരു സംഭവം മഞ്ഞപ്പുല്ല് പൈതൽമല സംഭവിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് മുകളിൽ കയറിയ സോനു സെബാസ്റ്റ്യനും അഞ്ജുവിനും പെട്ടെന്നൊരു ഇടിയും മഴയും, ഒരു ഇടി ഒരു മിന്നൽ, അതിലൊരു ഷോക്കേൽക്കുകയും രക്ഷിക്കാൻ ശ്രമിച്ച ഭർത്താവ് സോനുവിനും കൂടിയുണ്ടായ വാച്ചർ സതീശനും പരിക്കേൽക്കുകയും അവരെ നമ്മൾ കരുവഞ്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷേ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിദാരുണമായ ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നു. ഇന്നലത്തെ സംഭവത്തോട് നമ്മൾ മനസ്സിലാക്കിയത് വെച്ചാൽ ഈ പുൽമേട്ടിൽ ഏത് സമയത്താണ് കാലാവസ്ഥ മാറി മഴ ഇടി വരുമെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കൂടുതൽ ടൂറിസ്റ്റുകളെ ഒരു റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് കാണിക്കണം. കുറച്ചും കൂടി കുറച്ച് കെയർ ചെയ്യണം. കാരണം വെച്ചാൽ ഇന്നലെ ഉണ്ടായ മിന്നൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ട് കണ്ടതിലും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഓർണമെൻറ്റ്സ് കഴിയുന്നത് ഒഴിവാക്കുക. ഓർണമെൻറ്റ്സ് ഗോൾഡ് ഉണ്ടായിരുന്നു, ഗോൾഡ് ഉരുകി ചെറിയൊരു മുറിവുണ്ടായതിനാലും മരണകാരണം എന്നാണ് ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലായത്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ കഴിയുന്ന ഓർണമെൻറ്റ്സ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ഒറ്റയ്ക്ക് പോകാതെ നമ്മുടെ ഗൈഡുകളുടെ സംരക്ഷണത്തോടു കൂടി പോകുക. മഴ ഇടി കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങുക. നിർദ്ദേശം കൃത്യമായി പാലിക്കുക. യാതൊരു അലേർട്ടും ഉണ്ടായിരുന്നില്ല ഇന്നലെ, അല്ലേ? പ്രത്യേകിച്ച് ആ ഒരു സമയം ഏകദേശം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും അവരങ്ങോട്ട് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു അലേർട്ട് ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് ഒരുപാട് ടൂറിസ്റ്റ് സഞ്ചാരികൾ ഇതുപോലെ കയറി പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതെ, ഇന്നലെ ഒരു റെഡ് അലർട്ടോ യെല്ലോ അലർട്ടോ ഒരു അലർട്ടും ഇന്നലെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു അവിടെ കാലാവസ്ഥ മൂടി. ഞാൻ പറഞ്ഞില്ല, ഒരു മിന്നൽ, ഒരു ഇടി, ചെറിയൊരു മഴ. ആ ഒരു മിന്നലിനാണ് ആ സ്ത്രീക്ക് ആ ഷോക്കേൽക്കുകയും ഭർത്താവിനടക്കം പരിക്കേറ്റത്. എന്താ, അത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഇന്നലെ അവിടെ സെക്യൂരിറ്റി ഗാർഡും അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവരുടെ നിർദ്ദേശം മുന്നോട്ട് പോയി അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് മിന്നലേറ്റത്. നമ്മൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നു. ഗൈഡിനടക്കം പരിക്ക് പറ്റിയിരുന്നു. അങ്ങനെ ആലക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഹസ്ബൻഡിനും ചെറിയ പരിക്ക് പറ്റിയിരുന്നു. പക്ഷേ ഇത്രയും ഡിഫിക്കൽട്ട് ഒരു ടെറൈനും ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. കാരണം താഴെ നിന്ന് ഫോൾഡബിൾ സ്ട്രക്ചർ എടുത്ത് സ്റ്റാഫ് മുകളിലെത്തിച്ചാണ് അവരെ താഴെ ഇറക്കേണ്ടി വന്നത്. വാഹനം മുകളിൽ എത്താത്തത് ചെറിയൊരു തിരിച്ചടിയായിപ്പോയി. എന്തായാലും മഴക്കാലമാണ്. എല്ലാ വിനോദസഞ്ചാരികളും അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉയരങ്ങൾ തേടി പോകുമ്പോൾ അത്ര തന്നെ അപകടവും പതിയിരിക്കുന്നുണ്ടാകും. എല്ലാവരും ജാഗ്രതയോടെ വേണം എവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.